അൽഹംദുലില്ലാഹ്. അതാണ് തുടക്കം. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എന്തിന്? എന്തുകൊണ്ട്? സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാവും. അള്ളാഹ്ക്കാണ് സർവസ്തുതിയും നൽകേണ്ടത്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടാവും. എന്തിനാണെന്നൊരു ചോദ്യം ഉണ്ടാവും. അവിടെയാണ് തൊട്ട് ശേഷം പറയുന്നത് റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായതുകൊണ്ട് എന്നാണ് അതിന്റെ ആശയം. ലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും. അവിടെ അവസാനിച്ചില്ല. എന്തുകൊണ്ടാ? അർ-റഹ്മാൻ, റഹ്മാൻ ആയതുകൊണ്ട്. അവിടെയും തീർന്നില്ല. അർ-റഹീം, റഹീമായ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ തന്തു അറിഞ്ഞ്, ഹൃദയം അറിഞ്ഞ് അങ്ങനെ നമസ്കാരത്തിൽ 17 തവണയും സുന്നത്ത് നമസ്കാരങ്ങളിലും അല്ലാതെയും ഒക്കെ നമ്മൾ ഫാത്തിഹ ഇങ്ങനെ ഓതുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാൻ അവിടെ കൈവച്ചിട്ടത് ചെല്ലണത് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അർ-റഹ്മാൻ അർ-റഹീം മാലിക് യൗമിദ്ദീൻ. ഒരു താക്കീത് കൂടെ. പ്രതിഫല ദിവസം എന്നോ ഒരു ദിവസം വരാനുണ്ട്. അതിന്റെ ഉടമസ്ഥനും അവനാകെ കൊണ്ട് അവന് മാത്രമാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. ഉത്തരം പറയും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട്? എന്തിന്? റബ്ബുൽ ആലമീൻ, പിന്നെ അർ-റഹ്മാൻ, പിന്നെ അർ-റഹീം, പിന്നെ മാലിക് യൗമിദ്ദീൻ. ഇന്നാലും മതി. അതുകൊണ്ട് തന്നെ എന്റെ സർവസ്തുതിയും നിനക്കാണ് അല്ലാഹുവേ എന്ന് നിങ്ങൾ ഫാത്തിഹ ഒന്ന് ഓതി നോക്ക്. നിസ്കാരത്തിൽ പുറത്ത് വെടി പൊട്ടിയാലും മഴ ചെയ്താലും തിരുമ്പിച്ചൊക്കെയോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതൊരു ആസ്വാദനം തന്നെയാണ്. അതോടൊപ്പം നമുക്ക് യൗമുദ്ദീനെ കുറിച്ചുണ്ടാവും. വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. എന്താ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാല്? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅൻ. ഒരാളും മറ്റൊരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത, ബാപ്പക്ക് കുട്ടിക്കോ, കുട്ടി ഉപ്പാക്കോ, അല്ലെങ്കിൽ ഇണതുണക്കോ, തിരിച്ചോ, മാതാപിതാക്കൾ മക്കൾക്കോ, നാട്ടിലെ പ്രമാണിമാർ നാട്ടുകാർക്കോ, പ്രജകൾക്കോ, ഭരണാധികാരികൾക്കോ, അതല്ലെങ്കിൽ സംഘടനാ നേതാവ് അനുയായികൾക്കോ, ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സ്വന്തം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ദിവസമായ യൗമുദ്ദീൻ. അതെവിടെ ഓർമ്മ വരും? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. എന്നിട്ട് വിഷയത്തിലേക്ക് പോകുന്ന കണക്ഷൻ എങ്ങനെ നോക്കൂ. ഈ കാരണങ്ങൾ കൊണ്ട് സർവസ്തുതിയും നിനക്കാണെന്നതുപോലെ ഇതേ കാരണങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കൊള്ളൂ. നീ റബ്ബുൽ ആലമീനാണ്, നീ അർ-റഹ്മാനാണ്, നീ അർ-റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ ഇസ്തിആനത്ത് നടത്തുള്ളൂ. അത് നമ്മൾ പ്രഖ്യാപിച്ചു, തൗഹീദ് ഉറപ്പിച്ചു. എന്നിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ? സനാ ബില്ല, അള്ളാഹുവിനെ പ്രകീർത്തിച്ചിട്ട് പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് ഇടയിലുള്ള കണക്ഷൻസ്, സ്റ്റെപ്പുകൾ നോക്കുങ്ങള്. വെറുതെ പ്രാർത്ഥിച്ചോടെന്ന് പറയല്ല. ബോധ്യം വരുത്തിയിട്ട് മതി, ബോധ്യത്തോടെ കൂടെ മതി. അവർ അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്നത് അന്ധരും ബധിരരും മൂകരുമായിട്ടല്ല, ബോധ്യത്തോടുകൂടെ സുജൂദ് ചെയ്യുന്നവരായ യഥാർത്ഥ മുഅ്മിനുകൾ. കേൾക്കുമ്പോഴേക്കാണ് സുജൂദിലൊന്നും പോകല്ല, ഒരാണോ പഠിക്കണം. അങ്ങനെ ബോധ്യത്തോടു കൂടെ തന്നെ റബ്ബിനെ മനസ്സിലാക്കി റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുക എന്നതാണ് ആസ്വാദനത്തിന്റെ തലം.
അവിടെയാണ് നിന്നെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ, നിന്നെ ആരാധിക്കുള്ളൂ. കാരണം മോള് പറഞ്ഞു, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ള ചോദ്യം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സംഘമായി നിന്ന് ഈ വലിയ പള്ളിയിൽ ജമാഅത്തായി നിറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഒരു ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോ ആ വലദ്ദാല്ലീന്റെ തുടർച്ചയായി കൊടുക്കേണ്ട ഒരു ആമീനായിട്ടല്ല ആമീൻ പറയേണ്ടത്. തീർത്തും ബോധ്യത്തോടുകൂടെ 100% ബോധ്യത്തോടുകൂടെ ആമീൻ വിളിച്ചു ചോദിക്കേണ്ട സമയമാണത്. ആമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മക്കളെ രക്ഷിക്കണം, ഞങ്ങളെ എല്ലാവരെയും, ഇന്നാട്ടുകാർ എല്ലാവരെയും സിറാത്തുൽ മുസ്തഖീമിലാക്കണം എന്ന പ്രാർത്ഥനയാ. ഏതാ സിറാത്തുൽ മുസ്തഖീം എന്ന് തൊട്ട് ശേഷം ഒന്നും കൂടെ നമ്മളോട് തന്നെ പറയാ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത. അപ്പൊ വീണ്ടും ഏതാ നീ അനുഗ്രഹിച്ചവരുടെ പാത എന്ന് പറഞ്ഞാൽ അല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാ വസ്സാലിഹീന എന്ന് പറഞ്ഞ ആ ആളുകളാണ് അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത്. മാത്രമല്ല ഗൈറിൽ മഗ്ദൂബ് ആയിരിക്കണം, നിന്റെ കോപത്തിന് വിധേയരാകുന്നവരാകരുത് ഞങ്ങളും മക്കളും, ഞങ്ങളുടെ നാട്ടിലുള്ളവർ, മഹലിലുള്ള ആരും അങ്ങനെ ആവരുത്, വലദ്ദാല്ലീൻ വഴിതെറ്റുന്നവരും ആകരുത് എന്ന്. അങ്ങനെ വായിക്കുമ്പോഴേ ആമീൻ പറയേണ്ടടുത്ത് ആമീൻ പറയും,